ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ കാട്ടാനക്കൂട്ടം ബൈക്ക് യാത്രികരെ ആക്രമിച്ചു. ബൈക്കിലെത്തിയ തമിഴ്നാട് സ്വദേശികൾ ഓടി രക്ഷപ്പെട്ടു. ബൈക്ക് കാട്ടാനകൾ തകർത്തു. നമ്പർ അറിയില്ല. ഞാൻ സ്പോട്ടിലുണ്ട്. ഒരു ബൈക്കിനെ ആക്രമിച്ചു. പിള്ളേരോടി ആന റോഡിൽ വാച്ചുമല സ്റ്റേഷൻ കഴിഞ്ഞൊരു 2 കിലോമീറ്റർ. വിവരങ്ങളുമായി ലിവിൻ കെ വിജയൻ ചേരുന്നു. ലിവിൻ, ദൃശ്യങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നതാണ്. എപ്പോഴായിരുന്നു സംഭവം? ഇന്ന് രാവിലെ 8:30യോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളാണ് ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഇത്തരത്തിൽ ആളുകൾ തങ്ങാൻ കഴിയില്ലാത്ത റൂട്ടിൽ അവിടെ നിന്ന് ആനകളെ കാണുന്നതിനായി ശ്രമിച്ചത്. നേരത്തെ തന്നെ വനപാലകരടക്കം വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. വിനോദസഞ്ചാരികളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഈ വനപാതയിലെ റോഡിൽ ഇത്തരത്തിൽ നിൽക്കരുത് എന്നുള്ളത്. പക്ഷെ ഇത് അവഗണിച്ചും പലരും ആനകളെയും വന്യമൃഗങ്ങളെയും കാണാൻ ഇങ്ങനെ റോഡിൽ നിൽക്കുകയും വാഹനങ്ങൾ നിർത്തിയിടുകയും ചെയ്യുന്നത് പതിവാണ്. മുന്നറിയിപ്പ് ബോർഡുകൾ ഓരോ കിലോമീറ്റർ വ്യത്യാസത്തിലും ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലുണ്ടെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ ആളുകൾ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ വന്യമൃഗങ്ങളെ കാണുന്നതിനും മറ്റുമായി നിൽക്കുന്നു. അതിനെ തുടർന്നുണ്ടായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ ആതിരപ്പള്ളിയിൽ ഉണ്ടായിട്ടുള്ളത്. ആനയെ കാണുന്നതായി തമിഴ്നാട്ടിൽ നിർത്തിയ യുവാക്കളുടെ സംഘം ബൈക്ക് യാത്രികരായിരുന്നു. ഇവർ അവിടെ റോഡിനരികിൽ ബൈക്ക് നിർത്തി ആനകളെ കാണുന്നു. പെട്ടെന്ന് തന്നെ ആനക്കൂട്ടം ഇവർക്ക് അരികിലേക്ക് എത്തുന്നു. ആനക്കൂട്ടം വരുന്നത് കണ്ട് ഭയപ്പെട്ട് ഈ യുവാക്കൾ പിന്തിരിഞ്ഞ് ഓടുന്നു. ഓടി രക്ഷപ്പെടുന്നതിനിടെ ആനക്കൂട്ടം റോഡിൽ നിലയുറപ്പിച്ചതിന് ശേഷം ഇവർ സഞ്ചരിച്ചെത്തിയ ബൈക്കും ഇവരുപയോഗിച്ചിരുന്ന ഹെൽമറ്റും മറ്റും ചവിട്ടി പൊട്ടിക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങളിലുള്ളത്. അത്യന്തം ഭയം ജനിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. കൂട്ടമായി എത്തിയ ആനക്കൂട്ടം ഈ യുവാക്കളുടെ മുന്നിൽ നിന്ന് അതിക്രമം കാണിക്കുന്നതും മറ്റും. പക്ഷേ വന്യമൃഗങ്ങൾ അധിവസിക്കുന്ന ഒരു സ്ഥലത്ത് വനപാലകരുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ഇത്തരത്തിൽ സാഹസത്തിന് മുതിരുന്നവരാണ് ഇത്തരത്തിൽ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് യുവാക്കളുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് രാവിലെ 8:30യോടുകൂടി ആനക്കയം പാലത്തിന് സമീപം ഉള്ള മുളങ്കാടിനടുത്ത് നിലയുറപ്പിച്ച ആനക്കൂട്ടത്തെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ യുവാക്കൾക്ക് അപകടം മുന്നിൽ വന്നു പെടുകയും ഭാഗ്യം കൊണ്ട് മാത്രം പലരും രക്ഷപ്പെടുകയും ചെയ്തത്. രക്ഷപ്പെട്ടവരെല്ലാവരും തന്നെ തമിഴ്നാട് സ്വദേശികളാണ്. ശരി, ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.